നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ്, ലിബറൽ ആശയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അനുച്ഛേദം 38, 39, 39 എ, 41, 42, 43, 43 എ, 47 എന്നിവയാണ് സോഷ്യലിസ്റ്റ് തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 40, 43, 43 ബി, 46, 47, 48 എന്നിവയാണ് ലിബറൽ ഇൻ്റലക്ച്വൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 44, 45, 48, 48 എ, 49, 50, 51 എന്നിവയാണ് ഗാന്ധിയൻ തത്വവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങളുടെ അനുച്ഛേദങ്ങൾ. ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വം എന്ന ആശയം കടമെടുത്തത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ നിർദ്ദേശക തത്വങ്ങളെ ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചു. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനഃസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ബാങ്കിൻ്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ.ടി. ഷായാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ആദ്യമായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച രാജ്യം സ്പെയിനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് കടപ്പാട് അയർലൻഡിനോടാണെങ്കിലും മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം അയർലൻഡിൻ്റെ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് സ്പെയിനിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യപ്രഖ്യാപനവും ഫ്രാൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയത്തിൻ്റെ ശരിയായ സ്രോതസ്സുകൾ. ഗവൺമെൻറ്റിൻ്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് കെ.ടി. ഷാ. ഇന്ത്യൻ ഭരണഘടനയുടെ സംക്ഷിപ്തം എന്ന് ജി. ഓസ്റ്റിൻ വിശേഷിപ്പിച്ചത് മൗലിക നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും. ഇന്ത്യൻ ഭരണഘടനയിലെ നോവൽ ഫീച്ചേഴ്സ് എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതി ഒരുക്കുന്ന പ്രമാണമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നഭിപ്രായപ്പെട്ടതും ബി.ആർ. അംബേദ്കറാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളുടെയും മൗലിക അവകാശങ്ങളുടെയും സന്തുലിതമായ അടിത്തട്ടിലാണ് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് പ്രസിദ്ധമായ ഏത് കേസിലാണ്? മിനർവ മിൽ കേസ്. മാർഗനിർദ്ദേശ തത്വങ്ങളും മൗലിക അവകാശങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റമുണ്ടാക്കാതെ മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് കാരണമായ കമ്മിറ്റി സപ്രു കമ്മിറ്റി. 1945 തേജ് ബഹാദൂർ സപ്രു കമ്മിറ്റി റിപ്പോർട്ട് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾക്കായി 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് നിർദ്ദേശിച്ചു. അതിൽ ഒന്ന് നീതിനിഷ്ഠപരവും മറ്റൊന്ന് അല്ലാത്തതുമായി ഉൾക്കൊള്ളിക്കുന്നതിനാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. അതിൻ പ്രകാരം നോൺ ജസ്റ്റിബിൾ ആയ മൗലിക അവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ശീർഷകത്തിൽ ഭാഗം 4 ഉൾക്കൊള്ളിക്കപ്പെട്ടു. മൗലിക അവകാശങ്ങൾ പൊതുവെ നിഷേധ സ്വഭാവത്തോടു കൂടിയവയാണെങ്കിലും നിർദ്ദേശക തത്വങ്ങൾ അനുകൂലാത്മകമാണ്. മൗലിക അവകാശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഭാഗമാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഗവർണർ ജനറൽമാർക്കും ഗവർണർമാർക്കും ഭരണകാര്യങ്ങളിൽ നൽകിയ നിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അഥവാ നിർദ്ദേശക പ്രമാണങ്ങൾ. സമാന രീതിയിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണകൂടത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ.
മാർഗനിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പുകൾ. വകുപ്പ് 37. മാർഗനിർദ്ദേശക തത്വങ്ങൾ നീതിനിഷ്ഠങ്ങളല്ല. ഇന്ത്യൻ ഭരണ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. വകുപ്പ് 38. ജനക്ഷേമത്തിന് ഉതകുന്ന ഒരു സാമൂഹിക ക്രമം ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നു. വകുപ്പ് 39. പൗരന്മാർക്ക് മതിയായ ജീവനോപാധികൾ ഉറപ്പാക്കുക. ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം തടഞ്ഞ് വിഭവങ്ങളുടെ ഉടമസ്ഥത പൊതുനന്മയ്ക്ക് ഉതകും വിധം ചിട്ടപ്പെടുത്തുക. ലിംഗപരിഗണന കൂടാതെ തുല്യജോലിക്ക് തുല്യവേതനം നൽകുക. തൊഴിലാളികളോടും കുട്ടികളോടുമുള്ള ചൂഷണം തടയുക. പുരുഷനും സ്ത്രീക്കും തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് 39(d). സൗജന്യ നിയമസഹായം, തുല്യനീതി എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 39(a). വകുപ്പ് 40. പഞ്ചായത്തുകളുടെ രൂപീകരണം. ഗ്രാമപഞ്ചായത്തിലെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാമർശവും. വകുപ്പ് 41. തൊഴിലില്ലായ്മ പരിഹരണം. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. വകുപ്പ് 42. പ്രസവ ആനുകൂല്യം. 43. തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ വേതനം. വകുപ്പ് 43(a). വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം. വകുപ്പ് 44. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുക. വകുപ്പ് 45. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണിത്. വകുപ്പ് 46. പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കുക. വകുപ്പ് 47. ജീവിത നിലവാരവും ജീവിത തോതും ഉയർത്താനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും രാഷ്ട്രത്തിനുള്ള കർത്തവ്യം മദ്യം പോലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നു. വകുപ്പ് 48. കൃഷി, മൃഗപരിപാലനം എന്നിവയെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നു. ഗോവധ നിരോധനം നടപ്പിലാക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. പരിസ്ഥിതി പരിപാലനം, സംരക്ഷണം, വനസംരക്ഷണം, വന്യമൃഗ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പാണിത്. ഭരണഘടനയുടെ 42-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണിത്. വകുപ്പ് 49. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. വകുപ്പ് 50. കാര്യനിർവഹണ വിഭാഗവും നീതിനിർവഹണ വിഭാഗവും വേർതിരിഞ്ഞ് നിൽക്കണം. വകുപ്പ് 51. ലോകസമാധാനം, ലോകസുരക്ഷ. ഗവൺമെൻറ് നയരൂപീകരണ സമയത്തും പാർലമെൻറ് നിയമനിർമ്മാണ സമയത്തും ഏറ്റവും അടിസ്ഥാനമായി എടുക്കേണ്ടത് മാർഗനിർദ്ദേശ തത്വങ്ങളെയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 37. മാർഗനിർദ്ദേശ തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്തതാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ വകുപ്പും 37 ജനക്ഷേമത്തിനായി രാഷ്ട്രം ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുന്ന വകുപ്പ് 38. ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വം ഉയർത്തിപ്പിടിക്കുന്ന നിർദ്ദേശക തത്വ ഭാഗത്തെ വകുപ്പാണ് 39. സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 39. രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് പൊതുതാൽപര്യം ഹനിക്കുന്ന വിധത്തിൽ ചുരുക്കം ചിലരിൽ കുന്നുകൂടരുത് എന്നും വിഭവങ്ങളുടെ ന്യായമായ വിതരണം സാധ്യമാക്കണമെന്നും അനുശാസിക്കുന്ന വകുപ്പാണ് 39. സാമ്പത്തികമായ കഴിവില്ലായ്മ കൊണ്ട് നീതി ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് സൗജന്യ നിയമസഹായം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്ന വകുപ്പാണ് 39(a). 1976 42-ാം ഭേദഗതി പ്രകാരമാണ് ഈ വകുപ്പ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 40. 1993 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. ഭരണഘടനയിലെ 9
പഞ്ചായത്തുകളുടെ ഭരണഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ 11-ാം പട്ടികയിലാണ്. ഭരണഘടനയിലെ 11-ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടതും 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയിലെ പട്ടിക 11-ൽ ആകെ 29 വിഷയങ്ങളാണുള്ളത്. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് 43. തൊഴിലാളികൾക്ക് ജീവിക്കാൻ മതിയായ വേതനത്തിന് നിർദ്ദേശിക്കുന്ന വകുപ്പാണിത്. സഹകരണ സംഘങ്ങൾക്കുള്ള പ്രോത്സാഹനത്തിന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 43B. 2011-ലെ 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത്. 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗത്ത് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് വകുപ്പ് 43B ആണ്. എന്നാൽ ഇതേ ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് 19(1)(c)-യിൽ കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സംഘങ്ങൾ എന്ന വാക്കും കൂട്ടിച്ചേർക്കപ്പെട്ടു. 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സഹകരണ സംഘങ്ങൾക്കായി പുതിയതായി ഉൾക്കൊള്ളിച്ചത് ഭാഗം 9B ആണ്.